നല്ലവരായ ഈ തിരുവനന്തപുരത്തെ സ്നേഹിതരെ, ആദ്യമായി മാതൃഭൂമിക്ക് വയനാടിൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. മറ്റൊന്നുമല്ല, ഇതുപോലെ ഇതിനു മുമ്പും ഇങ്ങനൊരു പരിപാടി ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലെ മറ്റൊരു ജില്ലയിൽ നടന്നിട്ടുണ്ടാവാം. അതിനപ്പുറം ഇന്ന് വയനാടിൻ്റെ വാമൊഴികളും ഈരടികളും ജീവിതവും പറയാനായിട്ട് അറിയാനായിട്ട് ഇന്ന് വേദിയിലേക്ക് ആ വയനാടിൻ്റെ ഒരു സംസ്കാരത്തെ ക്ഷണിച്ച മാതൃഭൂമിക്കും സംഘാടകർക്കും വയനാടിൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹം അർപ്പിച്ചുകൊണ്ട് വയനാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ള പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കഥകളിലൂടെയും മറ്റ് പുസ്തകങ്ങളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുള്ള ആ ജീവിതം, ഒരു കാടിൻ്റെ ജീവിതം, കാടിൻ്റെ വാമൊഴികൾ, കാടിൻ്റെ കരച്ചിലുകൾ, കാടിൻ്റെ നിലവിളികൾ, ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മലയാളമല്ല, വയനാടിന് മറ്റൊരു മുഖമുണ്ട്, മറ്റൊരു ഭാഷയുണ്ട്, മറ്റൊരു സംസ്കാരമുണ്ട്. വയനാടിന് മലയാളമല്ലാത്ത ലക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, കാടുമായിട്ട് ബന്ധപ്പെട്ട്, പുഴയുമായിട്ട് ബന്ധപ്പെട്ട്, ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ജീവിതം. അതിനൊരു ഭാഷയുണ്ട്, ലിപിയില്ലാത്തൊരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ ആ ഗോത്രത്തിൻ്റെ, ആ വയനാടിൻ്റെ, ആ നാടിൻ്റെ ജീവിതം മുഴുവനും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ഭാഷ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അന്യം നിന്നു പോകുന്ന എന്ന് പറയുന്ന ആ ഒരു കലയും സംസ്കാരവും മുറുകെ പിടിക്കുന്നതിന് വേണ്ടി, ആ ഭാഷയും സംസ്കാരവും മുറുകെ പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കേരളത്തിൻ്റെ മുക്കും മൂലയുമായിട്ട് ഇങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഷ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇതാണ് ആ ഭാഷ. എന്തൊരു ഞെട്ടലുണ്ടായില്ലേ? വണ്ടുവെള്ളം മുണിക്കട്ടൂറും മാലിശ്ശേരി പഠിച്ചു വീണാദിത്യപ്പെട നേരം കാലം പകലിക്കില്ലവാ വന്തുരുവാദേവടന വെച്ചൊരുകഞ്ചനാദി ഓ എന്ന നാടും മണ്ണ് ഓ എന്ന മൂന്ന് മുത്താച്ചി ഇഞ്ചരും പിടിച്ചു കണ്ടനെ കാണുവാൻ പോയ വന്നനെ വരുവാൻ പോയ കർമ്മചാച്ചല്ല നിങ്ങളുടെ നാടിനെ തലക്കം ഭൂമിനെ പുറത്ത്. ഇത് വയനാട്ടിലെ കിനാധികർ അഥവാ പണിയർ എന്ന വിഭാഗത്തിന്റെ, അവര് പാടിയും പറഞ്ഞും ആടിയും പാടിയും കൂട്ടുകൂടിയും കൃഷി ചെയ്തും സന്തോഷിച്ചും ജീവിക്കുന്ന ആ ഒരു ഭാഷ. ഈ ഭാഷയിൽ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് വാമൊഴികളുണ്ട്. ഇന്നും കേരള സംസ്കാരം, കേരള ജനത പറയാൻ മടിക്കുന്ന, ഉൾച്ചേർത്താൻ മടിക്കുന്ന, ഉൾക്കൊള്ളിക്കാൻ മടിക്കുന്ന ഒരു സംസ്കാരം. അതില് വയനാടിനെടുത്ത് നമുക്കെടുത്ത് നോക്കാൻ കഴിയും, നോക്കിയാൽ കാണാൻ കഴിയും. ഏറ്റവും കൂടുതൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് നിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട്. രണ്ട് ഞണ്ടുകൾ, ഒരു ആൺഞണ്ടും ഒരു പെൺഞണ്ടും. ഈ ഞണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കമ്പളം, വയനാടൻ കമ്പളത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് വയനാടിന്റെ കമ്പളം എന്ന് പറയുന്നത് മുതലാളിമാർ കൈയടക്കി കുറെ ആളുകളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരു പേര് തന്നെയാണ് ഈ കമ്പള നാട്ടി. ഈ കമ്പള നാട്ടിയെ ഞങ്ങൾ കമ്പളപ്പാട്ടായിട്ട്, ഞങ്ങളുടെ പൂർവികന്മാർ പാടിക്കൊണ്ടിരുന്ന, അവർ പറഞ്ഞുകൊണ്ടിരുന്ന ആ പാട്ട് ഞങ്ങളൊരു ഞണ്ടിന്റെ കഥയായിട്ട് അവതരിപ്പിക്കുന്നു. രണ്ട് ഞണ്ടുകൾ,
ഒരു ആൺഞണ്ടും ഒരു പെൺഞണ്ടും. ആ ഞണ്ട്, ആൺഞണ്ടിന് കുണ്ടിഞ്ഞണ്ടെന്ന് പറയും, കുലവൻ ഞണ്ടെന്ന് പറയും. ഈ കുണ്ടിഞ്ഞണ്ടും കുലവൻ ഞണ്ടും കൂടെ പാടുകയാണ്, അവർ പറയുകയാണ്. മറ്റൊന്നുമല്ല, ആൺഞണ്ടേ ആൺഞണ്ടേ, നിന്നെയാണോ എന്നെയാണോ എന്നറിയില്ല. നമ്മുടെ നാട്ടിൽ വിദേശ പക്ഷികൾ വന്നിട്ടുണ്ട്. ചിറകിന് നീളമുള്ള പക്ഷികൾ വന്നിട്ടുണ്ട്, കാലിന് നീളമുള്ള പക്ഷികൾ വന്നിട്ടുണ്ട്, അഴകുള്ള പക്ഷികൾ വന്നിട്ടുണ്ട്, വെളുത്ത പക്ഷികൾ വന്നിട്ടുണ്ട്. ഈ പക്ഷികളെല്ലാം നിന്നെയാണോ എന്നെയാണോ എന്നറിയില്ല, അവർ നമ്മളെ കൊത്തി തിന്നും, നമ്മളെ കൊത്തി തിന്നും. അതുകൊണ്ട് നീ കുണ്ടു മാന്തിയിട്ട് ആ കുണ്ടിനുള്ളിൽ കയറിക്കോ, നീ മണ്ട് മാന്തിയിട്ട് ആ മണ്ടിനുള്ളിൽ കയറിക്കോ. അപ്പോ പെൺഞണ്ടും പറയുകയാണ്, അതെയല്ലോ ആൺഞണ്ടേ ആൺഞണ്ടേ, നിന്നെയാണോ എന്നെയാണോ എന്നറിയില്ല. ഞാനും കാണുന്നുണ്ട് ആ വരമ്പിനക്കരെ അതിനപ്പുറെ നീളമുള്ള പക്ഷികൾ, അരയ്ക്ക് കെട്ടുള്ള പക്ഷികൾ, ആണ്ടില് വരുന്ന പക്ഷികൾ, കയറ്റുള്ള പക്ഷികൾ, ഇവരെല്ലാം വന്ന് നമ്മളെ നോക്കുന്നുണ്ട്. നിന്റെ പാട്ട്, നിന്റെ കളികൾ, നിന്റെ സംസ്കാരം, നിന്റെ മരുന്ന്, നിന്റെ പെണ്ണ്, നിന്റെ മണ്ണ്, ഇതൊക്കെയാണ് ഇവര് നോക്കുന്നത്. നിന്നെയാണോ എന്നെയാണോ എന്നറിയില്ല, നമ്മളെ അവർ കൊത്തി തിന്നും. അപ്പോ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് പതുങ്ങി ഇരിപ്പുണ്ട്. കാക്ക, രണ്ടു തരം കാക്കയുണ്ടല്ലേ, ഈ രണ്ടു തരം കാക്കയും നോക്കിയിരിപ്പുണ്ട് അപ്പുറം ഇപ്പുറം. അവര് പറയുകയാണ്, കാക്ക, ഏതൊക്കെ വിദേശ പക്ഷികൾ വന്നാലും നിങ്ങളെ നെഞ്ചിൽ കുത്തിയിട്ട് നിങ്ങളുടെ നെയ്നീര് ഞങ്ങൾ കുടിക്കും. നെയ്നീരെന്ന് വെച്ചാൽ നിങ്ങളുടെ എസൻസ് മൊത്തം ഞാനങ്ങ് എടുത്തിട്ട് അതിന്റെ തോടും അതിന്റെ ഇറുക്ക് കാലുകളൊക്കെ ഞാൻ ഈ വിദേശികൾക്ക് അയച്ചു കൊടുക്കും, വിദേശ പക്ഷികൾക്ക് ഇട്ടുകൊടുക്കും. അവരതിനെ കുറിച്ച് റിസർച്ച് ചെയ്യട്ടെ, പഠിക്കട്ടെ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ എന്റെ കൈവശം. ഇങ്ങനെ പറയുന്ന ആണ്ടിലെ ഇറന്നാരെയും കൊച്ചക്കാലയും കോയിക്കാലേ എന്ന് പറയുന്ന ആ ഒരു വരിയോടുകൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ. ആണ്ടിലെ ഇറന്നാറേയും കൊച്ചുകാലയും കോയിക്കാലേ മർജിച്ചും തിരിഞ്ചും നോക്കിഞ്ച കാക്കച്ചി. 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 കുണ്ടിയച്ചി കുണ്ടിയച്ചി നിന്നലമാ നിന്ന 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 എന്നലമാ എന്ന 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 കുണ്ടിയച്ചി കുണ്ടിയച്ചി നിന്നലമാ നിന്ന നിന്ന എന്നലമാ എന്ന എന്ന കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലും നൂന്തോ കുണ്ടുമതിയും കാഞ്ചും മണ്ടിലും നൂന്തോ. ഈ കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ട് ഭയങ്കര പ്രശ്നമല്ലേ, ഒന്ന് കൈ തട്ടിയാലും ഒരു ഉഷാറാവില്ലേ അല്ലേ?
കുണ്ടിയച്ചി കുണ്ടിയച്ചി നിന്നലമാ നിന്ന 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 എന്ന 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 കുണ്ടിയച്ചി കുണ്ടിയച്ചി നിന്നലമാ നിന്ന 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 എന്നലമാ എന്ന 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 ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ കുലുവയ്യ കുലുവയ്യ നിന്നലവാ നിന്നെ നിന്നെ പെണ്ണുണ്ട് പറയാണ് ആ കുലുവയ്യ കുലുവയ്യ നിന്നലവാ നിന്നെ 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 എന്നെ 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 ആ കുലുവയ്യ കുലുവയ്യ നിന്നലവാ നിന്നെ 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 ആ എന്നലവാ എന്നെ 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 ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ഇത് ഏറ്റുപാടാട്ടോ കാരണം നമ്മൾ കേട്ടിരിക്കുന്ന കുണ്ടിയല്ല ഈ കുണ്ടി ഇത് കുണ്ടി കുഴി എന്ന് വയനാട്ടിനൊരു പ്രത്യേക ഭാഷ ഗോത്ര ഭാഷയുണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും കുണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് ഇതെന്താണ് എന്ത് ഭാഷയാണത് ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ആണ്ടിലെ ഇറന്നറിയാൻ കുറച്ച് കാലയും കോയിക്കാലേ മറിഞ്ഞിച്ചും തിരിഞ്ഞിച്ചും നോക്കിഞ്ചാകാക്കച്ചി ആണ്ടിലെ ഇറന്നറിയാൻ കുറച്ച് കാലയും കോയിക്കാലേ മറിഞ്ഞിച്ചും തിരിഞ്ഞിച്ചും നോക്കിഞ്ചാകാക്കച്ചി ആണ്ടിലെ ഇറന്നറിയാൻ കുറച്ച് കാലയും കോയിക്കാലേ നോക്കിഞ്ചാകാക്കച്ചി ഇറന്നറിയും കൊച്ചു കലയും കൊയ്ക്കാലെ മറിഞ്ഞു ചുന്തിരിഞ്ഞ് ചുന്നോക്കിഞ്ച കാക്കച്ചി നെഞ്ചുകം കുത്തി നെയ്നീര് കുടിച്ച് താലിയും കൊമ്പും ചാടിടുവേ നാനു നിന്നെ 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 എന്നെ 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 ആ നെഞ്ചുകം കുത്തി നെയ്നീര് കുടിച്ച് താലിയും കൊമ്പും ചാടിടുവേ നാനു നിന്നെ 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 ആ എന്നെ 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 മണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ ആ കുണ്ടുമതിയും കാഞ്ചും കുണ്ടിലിന്നൂന്തോ മണ്ടുമതിയും കാഞ്ചും മണ്ടിലിന്നൂന്തോ അതായത് വയനാട്ടില് ഇതുപോലുള്ള ഈരടികളും വാമൊഴികളും ആ മണ്ണ് നിറയെ ആ കാട് നിറയെ
നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് കാണാനോ, ഇത് കേൾക്കാനോ, ഇതറിയാനോ, ഇതിനെ സംരക്ഷിക്കാനോ, അതിന്റെ കൂടെ ചേരാനോ എന്തുകൊണ്ട് കാണികളായ കേരള ജനതയ്ക്ക്, അല്ല കേരളത്തിലെ ആളുകൾക്ക് കഴിയുന്നില്ല? എന്നിട്ട് നമ്മൾ മാറി നിന്ന് സംസാരിക്കും. കേരളത്തിലെ ഗോത്ര വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം, അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? അവനൊരു പാർപ്പിടം കെട്ടിക്കൊടുക്കുക, അവനൊരു കക്കൂസ് പണിഞ്ഞു കൊടുക്കുക, അല്ലേ? അവന് കുറച്ച് വാഗ്ദാനങ്ങൾ നൽകുക. അതാണോ? അതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഏത് മനുഷ്യനാണെങ്കിലും അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചുറ്റുപാടിനനുസരിച്ച് അതറിഞ്ഞ്, ആ മണ്ണറിഞ്ഞ്, ആ നാടറിഞ്ഞ്, ആ കാടറിഞ്ഞ്, അവന്റെ സംസ്കാരം അറിഞ്ഞ്, അവന്റെ ആളുകളെ അറിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അവന്റെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം ഇല്ലേ? അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? ഈ കാടിനില്ലേ? കാടിന്റെ പാട്ടുകൾക്കില്ലേ? കാടിന്റെ ആളുകൾക്കില്ലേ? അത് നമ്മൾ കൊടുക്കേണ്ടതാണ്. സാധാരണ നമ്മൾ മാധ്യമങ്ങളിലൂടെ, അല്ലെ, നമ്മൾ കാണാറുണ്ട്, പറയാറുണ്ട്, നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സഹജീവികളോട് പക്ഷം ചേരുക വാക്കുകളിലൂടെ മാത്രമാണ്. ഞാനെന്ന വയനാടൻ, ഞാനെന്ന കാടൻ, ഈ മുമ്പിലിരിക്കുന്ന ആ ചുണ്ടുകൾ, ആ നാവുകൾ പറയുന്ന വാക്കുകളിലൂടെ മാത്രമാണ് എനിക്കിത് കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുള്ളത്. പ്രാവർത്തികത്തിൽ കഴിഞ്ഞില്ല. ഇത് പറയാൻ മറ്റൊന്നുമല്ല, നമ്മൾ പറയുന്നു ഒരു ഗോത്രം, വയനാട്ടിലെ റാവുള അടിയ വിഭാഗം, പണിയ കിനാതിക, ജേനുക്കുറുവ കാട്ടുനായിക്ക, ഇങ്ങനെ പറയുന്ന ഒരുപാട് സമുദായങ്ങൾ ഇന്നും കേരളത്തിനകത്തും പുറത്തുണ്ട്. വയനാട്ടിൽ PhD, അല്ലെ, ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ഒരു ജോലിക്ക് വേണ്ടി നമ്മൾക്ക് സ്വപ്നം കാണുന്ന ഒന്നാണ് PhD ചെയ്യുക. ആദിവാസി ജീവിതത്തെക്കുറിച്ച്, ആദിവാസി സംസ്കാരത്തെക്കുറിച്ച്, അവന്റെ പാട്ടുകളെ കുറിച്ച്, അവന്റെ ഭക്ഷണത്തെ കുറിച്ച്, അല്ലെ? അത് കഴിഞ്ഞു. എന്തുകൊണ്ട് ഒരു ഗോത്ര വിഭാഗത്തിന്റെ ഊരിൽ നിന്ന് നമ്മൾ എഴുതുന്നവരും നമ്മൾ വായിക്കുന്നവരും നമ്മൾ സാഹിത്യകാരന്മാരൊക്കെയാണ്. നമ്മളുടെ കഥകൾ പലതരത്തിൽ നെല്ലായിട്ട് വന്നിട്ടുണ്ട്, പുല്ലായിട്ട് വന്നിട്ടുണ്ട്, കായ്കനികളായിട്ട് വന്നിട്ടുണ്ട്, അല്ലെ? ലേഖനങ്ങൾ, നോവലുകൾ, അങ്ങനെ ഒരുപാട്. അതിലൊക്കെ പറയുന്നതല്ലാതെ ഒരു ഗോത്ര വിഭാഗത്തിന്റെ ഊരിൽ കയറി ചെന്നിട്ട് ധൈര്യപൂർവ്വം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ ഈ എഴുത്തുകാരന് കഴിഞ്ഞിട്ടുണ്ടോ? ഈ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ വാമൊഴി പാട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളുകളിലേക്ക് എത്തിക്കുക. ഒരു ജനത മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഭാഷ, എന്തുകൊണ്ട് അവന്റെ ഗോത്രഭാഷയിൽ ഒരു അങ്കണവാടി പണിതൂടാ? അവന്റെ മാതൃഭാഷ, അവന്റെ അമ്മ, അവന്റെ പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അവന്റെ മാതൃഭാഷ ലിപിയില്ലാത്ത ഭാഷ. ആ ഭാഷയിൽ എന്തുകൊണ്ട് ആ കുട്ടിക്ക് അവന്റെ ഒരു 4ാം ക്ലാസ് വരെയെങ്കിലും ആ മാതൃഭാഷയിൽ പഠിക്കാനുള്ള ഒരു സമ്പ്രദായം നമുക്ക് കൊണ്ടുവന്നുകൂടാ? എന്നിട്ട് പറയും മലയാളം, നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് മലയാളം പഠിച്ചെടുക്കാൻ. എന്നിട്ട് പറയും ആ കുട്ടി മടിയനാണ്, അവൻ കള്ളനാണ്, അവൻ പഠിക്കാൻ താല്പര്യമില്ല, അവൻ ഡ്രോപ്പ് ഔട്ടായി. എവിടെ വിദ്യാഭ്യാസ സമ്പ്രദായം? എവിടെ വിദ്യ? ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പറ്റം ഭാഗ്യ സമൂഹങ്ങൾ ഇത് മറ്റുള്ള ആൾക്കാർക്ക് നിഷേധിച്ചുകൊണ്ട് മുകളിലിരുന്ന് നിങ്ങൾ നന്നാവണം, നിങ്ങൾ നന്നാവണം, നിങ്ങൾ നന്നാവൂല എന്ന് പറയുന്നതല്ലാതെ ഒരു ദിവസമെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു ആദിവാസി ഊരിൽ അന്തി ഉറങ്ങുക, അവന്റെ ജീവിതം മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക, എന്നിട്ട് പാടുക, എന്നിട്ട് പ്രസിദ്ധീകരിക്കുക. ഇത് കാടുപോയി, അല്ലേ ദേവ? കാടുപോയി. അല്ല, കേരളത്തിലെ എവിടെയും, ഇന്ത്യയിൽ എവിടെയും, ലോകത്തെ എവിടെയും കാടുപോയി.
കാട്ടിലെ തേന് പോയി, കായ്ക്കനികൾ പോയി, കാട്ടുനീര് പോയി. അതായത് കാട്ടിൽ കിട്ടുന്ന കാട്ടുകിടങ്ങെല്ലാം നശിച്ചു. ബാക്കിയുള്ള ജീവിതം എവിടെയാണ്? ഈ 4-5 സെന്റ് ഭൂമിയിൽ 10-20 കുടിലുകൾ കെട്ടി 4 നിലയും 5 നിലയും കളർഫുള്ളായ ബിൽഡിങ്ങിനിടയിൽ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ആളുകളുടെ രോദനം, അല്ലെ ആളുകളുടെ വേദന, അവരുടെ സങ്കടം നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോഴും അല്ലെ ടീഷർട്ടും പുത്തൻ ബ്രാൻഡുകളുള്ള പാൻറ്റുകളും പുതിയ ക്യാമറയും പുതിയ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പുത്തൻ ജീവിതവുമായി നമ്മൾ പറന്നുകൊണ്ടേയിരിക്കുകയാണ്. കാണുന്നില്ല, കണ്ണിന് മുമ്പിൽ കാണുന്നൊന്നും കാണുന്നില്ല. നമുക്കൊരു പ്രായമാവുമ്പോൾ പിന്നെ പോയിട്ട് ഇതൊക്കെ എഴുതാൻ തുടങ്ങിയാണ് നമ്മൾ. ഈ ഒരു വരി ദേവ ആലപി കാട് പോയതിനെ കുറിച്ച് ആ വരി ഒന്ന് കേട്ടു നോക്കാം. നോക്കുമേ, നങ്ക കാട് പോയ, തോട്ടു മീന് പോയ, കാട്ടുതേനും ഒക്കെ പോയ, ഇനി മിന്നലിക്ക് പോവാ, നങ്ക എനത്തേന ചെയ്യുവോ? ആണെ അവരൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പാ കാഞ്ചി ഇവരൊക്കെ ഇവരുള്ള ശരിക്കുള്ള നമ്മ നായെന്ത് നമ്മ കാര്യം എന്തെന്നൊക്കെ ഇവരൊക്കെ തിരിയും. അല്ലാത്തതൊക്കെയുള്ള ഇവനെ നോക്കിക്കൊണ്ട് കണ്ട ഇവരൊക്കെ ഇപ്പം എന്താ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മ മുമ്പിൽ ഇവർ ഐഫോണൊക്കെ എടുത്ത് നമ്മൾ ഷൂട്ട് ചെയ്തു തരും. അപ്പം നാം ഇപ്പോൾ വന്നിട്ട് നമ്മ ചില കാര്യങ്ങൾ പറയുവാണ്, നമ്മ ജീവിതമൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ വന്നില്ലേ. ഈ ഒരു വേദിയാണ് ശരിക്കും പറഞ്ഞില്ല. ആടെ ഏകദേശം ഒരു 1.5 ലക്ഷം ആളുകളുടെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ 2 പേര് മാത്രം വയനാട്ടിൽ 2 പേര്, ബാക്കിയുള്ളൊക്കെ ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. നമ്മ കാണുവണം പറവണമൊക്കെ ആയിട്ട് അല്ല, ഇവരെന്തര കേപ്പം വേണ്ട. അതായത് പൊതുവെ ആൾക്കാർ പറഞ്ഞൊക്കെ പൊതുവെ ആൾക്കാർ ഇങ്ങനെയാണ് പറയുക, ചേട്ടാ ഞാൻ വയനാട്ടിലേക്ക് വന്ന എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ? വയനാട് എന്താ മൃഗശാലയോ? ഞാൻ ചോദിക്കാറുണ്ട്, വയനാട് എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ചേട്ടാ വയനാട്ടിൽ വന്ന ഊരുകളിലൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിക്കാറുണ്ട്. വയനാട് മൃഗശാലയല്ല, ഞാൻ അവിടുത്തെ മൃഗശാലയിൽ മൃഗവും അല്ല, ഞാൻ ഇരുകാലിയാണ്. സംസാരിക്കാൻ കഴിവുണ്ട്, അത്യാവശ്യം മലയാളം ഇംഗ്ലീഷൊക്കെ പറയാനുള്ള കഴിവ് എനിക്കുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ് ഹേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പാട്ടിലേക്ക് കിടക്കട്ടെ. നീ പാട്. കാട്ടുപൂവും തേനും നനഞ്ച, മണ്ണു നനഞ്ച, മനണും കൂടും നനഞ്ച. കാടു നനഞ്ച, കാട്ടുപൂവും തേനും നനഞ്ച, മണ്ണു നനഞ്ച, മനണും കൂടും നനഞ്ച. കാടു നനഞ്ച, കാട്ടുപൂവും തേനും നനഞ്ച, മണ്ണു നനഞ്ച, മനണും കൂടും നനഞ്ച. പാടിയടഞ്ചമായി തുള്ളി തുള്ളി പാടിയടഞ്ചമായി. കാടു നനഞ്ച, കാട്ടുപൂവും തേനും നനഞ്ച, മണ്ണു നനഞ്ച, മനണും കൂടും നനഞ്ച. കാടു നനഞ്ച, കാട്ടുപൂവും തേനും നനഞ്ച, മണ്ണു
കൈയടിച്ചോട്ടോ. കിടമാതത്തിലേ നുഞ്ചി പൊറുക്ക കരി നെണ്ടു പൊടിക്ക കൊണ്ടു നെണ്ടു പൊടിക്ക കിടമാതത്തിലേ നുഞ്ചി പൊറുക്ക കരി നെണ്ടു പൊടിക്ക കൊണ്ടു നെണ്ടു പൊടിക്ക. കിടമാതത്തിലേ നുഞ്ചി പൊറുക്ക കരി നെണ്ടു പൊടിക്ക കൊണ്ടു നെണ്ടു പൊടിക്ക. കിടമാതത്തിലേ നൂഞ്ചി പൊറുക്ക കരി നെണ്ടു പൊടിക്ക കൊണ്ടു നെണ്ടു പൊടിക്ക. കന്നിമാതത്തിലേ നാഗയന തെന ചെയ്വോ കന്നിമാതത്തിലേ നാഗയന തെന ചെയ്യുവോ. കന്നിമാതത്തിലേ നാഗയന തെന ചെയ്വോ കന്നിമാതത്തിലേ നാഗയന തെന ചെയ്യുവോ. യപ്പിമലക്കാട്ടിലെ പുള്ളിക്കുയിലൻ കളിക്കമ്പളമായ മഞ്ജുവിന കാട്ടിലെ തുള്ളിമയെ വന്നു നിന്നു നിറഞ്ചുളക്കിങ്കിരമാതി. യപ്പിമലക്കാട്ടിലെ പുള്ളിക്കുയിലൻ കളിക്കമ്പളമായ മഞ്ജുവിന കാട്ടിലെ തുള്ളിമയെ വന്നു നിരു നിറഞ്ചുളക്കിങ്കിരമാതി. ഇടവപ്പാതി പെയ്യിഞ്ചോ പാടിയടഞ്ചമായി പാടിയടഞ്ചമായേ. ഇടവപ്പാതി പെയ്യിഞ്ചോ പാടിയടഞ്ചമയെ തുള്ളി തുള്ളി പാടിയടഞ്ചമയെ. ഇടവപ്പാതി പെയ്യിഞ്ചോ പാടിയടഞ്ചമായി തുള്ളി തുള്ളി പാടിയടഞ്ചമായേ. ഇടവപ്പാതി പെയ്യിഞ്ചോ പാടിയടഞ്ചമയെ തുള്ളി തുള്ളി പാടിയടഞ്ചമയെ. കാടു നനഞ്ച കാട്ടുപൂവും തേനും നനഞ്ച മണ്ണു നനഞ്ച മനലും കൂടും നനഞ്ച. കാടു നനഞ്ച കാട്ടുപൂവും തേനും നനഞ്ച മണ്ണു നനഞ്ച മനണും കൂടു നനഞ്ച. കാടു പോയാ തോട്ടുമീനു പോയാ കാടു ചീര കാട്ടുപയം കുഞ്ചും കാണി. കാടു പോയ കാട്ടു തീര പോയ കാടു പാട്ട് കാട്ട് കമ്പള ഒഞ്ചും കാണി. കാടു പോയാ തോട്ടുമീനു പോയാ കാട്ടു ചീര കാട്ടുപയം കുഞ്ചും കാണി. കാടു പോയ കാട്ടു തേന് പോയ കാടു പാട്ട് കാട്ട് കമ്പള ഒഞ്ചും കാണി. കാടു പോയാ കാട്ടുതേന് കാണി കാടു പാട്ട് കാട്ട് കമ്പള ഒഞ്ചും കാണി. കാടു പോയ കാട്ടു തേന് കാണി കാടു പാട്ട് കാട്ട് കമ്പള ഒഞ്ചും കാണി. കാടു പോയാ കാട്ടുതേന് കാണി കാടു പാട്ട് കാട്ട് കമ്പള ഒഞ്ചും കാണി. കാടു പോയ കാട്ടു തേന് കാണി കാടു പാട്ട് കാട് കമ്പള ഒഞ്ചും കാണി. നാഗയന തെന ചെയ്വോ എന്നല്ല നാഗയന തെന ചെയ്വോ. നാഗായനത്തന ചെയ്യുവോ നാഗായനത്തന ചെയ്യുവോ. നാഗയന തെന ചെയ്വോ നാഗയന തെന ചെയ്വോ. നാഗായനത്തന ചെയ്യുവോ നാഗായനത്തന ചെയ്യുവോ. യപ്പിമലക്കാട്ടിലെ പുള്ളിക്കുയിലൻ കളിക്കമ്പളമായ
കാടു നനഞ്ച കാട്ടുതേനും പൂവും നനഞ്ച മണ്ണു നനഞ്ച മരണവും പൂവും നനഞ്ച കാടു നനഞ്ച കാട്ടുതേനും പൂവും നനഞ്ച മണ്ണു നനഞ്ച മരണവും കൂടും നനഞ്ച. കായവും കളി കാണുക അയവുള്ള നല്ല മലമേലെ നെഞ്ചാള കാവിലി തെയ്യവും അഞ്ചു പറഞ്ചനെ കാണാ കായവും കളി കാണുക അയവുള്ള നല്ല മലമേലെ നെഞ്ചാള കാവിലി തെയ്യവും അഞ്ചു പറഞ്ചനെ കാണാ നാങ്കായനത്തന ചെയ്യൂ നാങ്കായനത്തന ചെയ്യൂ നാങ്കായനത്തന ചെയ്യൂ നാങ്കായനത്തന ചെയ്യൂ. പാടി പെയ്ഞ്ചോ പാടിയടഞ്ചമയെ തുള്ളി തുള്ളി പാടിയടഞ്ചമയെ കാടു നനഞ്ച കാട്ടുപൂവും തേനും നനഞ്ച മണ്ണു നനഞ്ച മരണവും കൂടും നനഞ്ച കാടു നനഞ്ച കാട്ടുപൂവും തേനും നനഞ്ച മണ്ണു നനഞ്ച മരണവും കൂടും നനഞ്ച. വയനാടിൻ്റെ ഇത് നീണ്ടുപോകുന്ന താളങ്ങൾ, അതായത് രാത്രി 3 രാത്രിയും 3 പകലും നീണ്ടു നിൽക്കുന്ന പാട്ടും കളികളുമാണ്. ഇത് ഈ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പാടി തീർക്കാവുന്ന പാടി പറയാവുന്ന ഒരു സംഭവമല്ല. അത് നമ്മൾ ആ തീര് എല്ലാവരും ചിത്രം വരയ്ക്കുമ്പോഴും എല്ലാവരും കഥകൾ എഴുതുമ്പോഴും തീയിന് ചുറ്റും കുറേ ആളുകൾ നൃത്തം വെക്കുന്നു, കുറേ ആളുകൾ നിന്ന് കളിക്കുന്നു, പാടുന്നു. അത് എന്താണെന്നറിയാതെയാണ് നമ്മൾ എഴുതുകയും വരയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ചില കൂട്ടങ്ങളാണ് ഈ ആൽമരത്തിന് ചുവട്ടിൽ ഇരിക്കുമ്പോൾ അതൊരു കൂട്ടമാണ്. ഗോത്രങ്ങൾക്ക് മൂർത്തികളില്ല. അവർ സംസാരിക്കാനും അവർ ഒത്തുചേരാനും കണ്ടെത്തുന്ന ഒരു തറയാണ് ആൽമരം. അവിടെയാണ് ദൈവം. അതാണ് ദൈവം. ശരിക്കും ആ കൂട്ടമാണ് ദൈവം, പ്രകൃതിയാണ് ദൈവം, അല്ലാതെ മൂർത്തികളായിട്ട് ഗോത്രജനതയ്ക്കില്ല. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ്. അതായത്
അങ്ങനെയാണോ ദൈവം? അങ്ങനെ അല്ല. ഇതാണ് ദൈവം, ഇതാണ് ദൈവം. ആ മരത്തിന് ചുറ്റും കൂടിയിരുന്ന്, ആ തണലിനടിയിൽ കൂടിയിരുന്ന്, ആ തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് അവിടെ ഒത്തുചേർന്ന് കൈകൾ കോർത്ത് കഥ പറഞ്ഞ് ജീവിതം പറഞ്ഞ് മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ജീവിതം. അതാണ് ദൈവം. ഇതിങ്ങനെ പറയുന്നത് ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 കുടിച്ചോ മഞ്ചമലരും കുടിച്ചോ മഞ്ചമലരും കുടിച്ചേ മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 മഞ്ച കുടിച്ചോ മഞ്ചമലരും കുടിച്ചോ മഞ്ചമലരും കുടിച്ചേ മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 കൈയടിച്ചേ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 പൂക്കായും പോലെ പൂവിലും കായിലും വന്നു പൂവിലും കായിലും വന്നു മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ആ പൂവും കായും പോലെ പൂവിലും കായിലും വന്നു പൂവിലും കായിലും വന്നു മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ചെറു കഞ്ചു മക്ക പേര കഞ്ചു മക്ക പേര കഞ്ചുക്ക് വന്നു മന്ദിരം മായ ആണലവാത്തയ്യോ 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 താനെ 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 ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ചെറു കഞ്ചു മക്ക പേര കഞ്ചു മക്ക പേര കഞ്ചുക്ക് വന്നു മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 മഞ്ച കുടിച്ചോ മഞ്ചമലരും കുടിച്ചോ മഞ്ചമലരും കുടിച്ചേ മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ 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 ചാമ്പുമേ തൊട്ടു പട്ടും പട്ടകവാളു ഒരു നാടുക്കു വന്നു മന്ദിരം മായ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ ആണ് ആണലവാത്തയ്യോ താനെ താനെ താനെ
ಚಾಂಬುಮೆ ತೊಟ್ಟು ಪಟ್ಟು ಪಟ್ಟಗವಾಳು ಊರು ನಾಡುಕು ಒಂದು ಮಂದಿರಮ್ಮೆ ಮಾಯೆ ಆಣಲವಾತಯ್ಯೋ ആണലവാത്തയ്യോ ആണലവാത്തയ്യോ താനതാനെ താനെ മഞ്ച കുടിച്ചോ മഞ്ചമലരു കുടിച്ചോ മഞ്ചമലരു കുടിച്ചേ മന്ദിരമേ മായേ ആണലവാത്തയ്യോ 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 താനതാനെ താനെ താനതാനെ താനെ താനതാനെ താനെ താനതാനെ താനെ. എനിക്ക് കാടുണ്ട്, ചുറ്റുപാടുണ്ട്, പുഴയുണ്ട്, മണ്ണുണ്ട്, കല്ലുണ്ട്. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരിടത്ത് കൊണ്ടുപോയി എന്നെ എന്തിന് പ്രതിഷ്ഠിക്കുന്നു? എനിക്ക് അമ്പലം കെട്ടിത്തരുന്നുണ്ട്, എനിക്ക് പള്ളി കെട്ടിത്തരുന്നുണ്ട്. എന്നെ എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ കാടുകളിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ പ്രദേശത്ത് എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ എന്ന് പറയുന്നൊരു പാട്ടാണ് ഈ പാട്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ, എനിക്കറിയാം ഇത് ഒരിക്കലും ദഹിക്കൂല, പെട്ടെന്ന് ദഹിക്കൂല, ഈ ഭാഷ ദഹിക്കൂല, നമുക്ക് കാണികളായിട്ട് മുമ്പിലിരിക്കുമ്പോൾ ദഹിക്കൂല. മറ്റൊന്നും കൊണ്ടല്ല, മനസ്സിലാകാത്തതിൻ്റെ പ്രശ്നമുണ്ട്, മറ്റൊന്ന് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ വിഷയമുണ്ട്. നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോകളൊക്കെ കണ്ടും മടുത്തിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്കറിയാം ഈ ഭാഷ എന്താണ്, ഈ പാട്ടുകൾ എന്താണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഗോത്ര ഭാഷകൾക്കും അവരുടെ തനതായ പാട്ടുകളും ഈണങ്ങളും ജീവിതവും അതിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു പാട്ട്, സമയമില്ല, എന്തായാലും ഈ ഒരു വേദിയിൽ ഇവിടെ ക്ഷണിച്ചതിന്, വയനാടിൻ്റെ കഥകൾ പ്രത്യേകിച്ച് ഇവിടെ അവതരിപ്പിക്കാൻ വേദി തന്നതിന്, ഇവിടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സംഘാടകർക്കും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഓടുനക്കി ഓണങ്ങി ഓട്ടിലിയെ കൊടുത്തേ എന്ന് പറയുന്ന ഒരു പാട്ടും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒട്ടനവധി വാർത്തകളാണ് നമ്മൾ ഏത് മാധ്യമമായിക്കോട്ടെ എഴുതി കൂട്ടുന്നത്. അതായത് കേരളത്തിലെ ആദിവാസികളുടെ ഗൾഫ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അറിയോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എവിടെ? ഓ, അറിയോ? വയനാട്ടിലെ ആദിവാസികളുടെ ഗൾഫ് ഉണ്ട്. എവിടെയാന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നിങ്ങളൊക്കെ മാധ്യമ സ്റ്റുഡൻ്റ്, ഇപ്പം ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു, അങ്ങനെയൊക്കെ വിചാരിക്കുന്നു. കുടകാണ്, കുടക്, കർണാടകയിലെ കുടക്. കുടക് കേരളത്തിലെ അല്ലെ വയനാട്ടിലെ ഗോത്ര വിഭാഗത്തിൻ്റെ ഗൾഫ് എന്ന് പറയുന്ന ആ കൂർഗിൽ പോയിട്ട് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ, പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ മരണപ്പെട്ടവരുണ്ട്. ഒരുപാട് ജഡങ്ങളാണ് നമുക്ക് നമ്മുടെ ഊരുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷേ ഇന്ന് വയനാട്ടിലെ ആഘോഷം എന്ന് പറയുന്നത് കല്യാണം 3 ദിവസം, വയസ്സറിയിച്ച അടിയന്തര, വയസ്സറിയിച്ച ഒരു പെൺകുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞാൽ അവളുടെ ഒരു കല്യാണം നടന്നു, ചെറു കല്യാണം, അത് 2 ദിവസം. മറ്റ് കൂളിയാട്ട്, പേനമ്പാട്ട് എന്ന് പറയുന്ന ആട്ടുചടങ്ങളൊക്കെ 2 ദിവസം. പേനമ്പാട്ട് എന്നൊരു ചടങ്ങുണ്ട്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ 7-ാം ദിവസം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ആവാഹിച്ച് 3 ദിവസത്തെ ഒരു ചടങ്ങുണ്ട്. ഇന്ന് വയനാട് ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഗോത്ര ഊരുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു ചടങ്ങ് അതുമാത്രമാണ് മരണാന്തര ചടങ്ങ്, പേനമ്പാട്ട്, ഏഴാമ്പുല. അതല്ലാതെ വേറൊന്നുമില്ല, വേറെ കാണാമില്ല. പട്ടിണി മരണങ്ങൾ വരുന്നുണ്ട്, കുടകിലെ മരണങ്ങൾ വരുന്നുണ്ട്, പീഡനങ്ങൾ വരുന്നുണ്ട്, ചൂഷണങ്ങൾ വരുന്നുണ്ട്, പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്, അവരെ കൊന്നുകളയുന്നുണ്ട്. ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിലൂടെ ഇങ്ങനെ മാഞ്ഞു മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ എഴുതൂടെ, ലാലേട്ടനെ കുറ്റം പറയുന്നല്ല, ഇഷ്ടമാണ്, മമ്മൂക്കൻ്റെ കുറ്റം പറയുന്നല്ല, ഇഷ്ടമാണ്. അപ്പോഴും നമ്മൾ അറിയും, താരരാജാവ് റോഡിലൂടെ നടന്നു, താരരാജാവ് കാറിൽ കയറിപ്പോയി. ഇവിടെ ഒരു ജീവിതം ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജീവിക്കാൻ. നിങ്ങൾ ഒരകലിച്ച് എപ്പോഴും, കാടും നാടും തമ്മിൽ ഒരകലിച്ച് എപ്പോഴും ഉണ്ട്. കാട് ഈ നാടിനോട് ഓടിയെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നിന്ന് തന്നാൽ കാട് ഓടിയെത്തും. അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു പാട്ട് കുടക് പശ്ചാത്തലമാക്കിയിട്ടുള്ള ഞേണുക്കുരു വള്ളിയും പാടിക്കളിത്തവ പുള്ളി മേലെ മയപ്പക്കി പാറി പറക്കിഞ്ചു ആഹാ
അപ്പം വരട്ടെ അടുപ്പിൽ തീയ പുകപ്പ അമ്മ മടിയിൽ ഉറങ്ങൂ എന്ന പുള്ളൈ. എന്തെങ്കിലും മനസ്സിലായോ? ഞേണുക്കുരു എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം കായാണ്. ആ കായിൻ്റെ വള്ളിയിൽ നീ ആടിക്കളിച്ചോ, പഴുത്താൽ അതെങ്കിലും വീണ് കിട്ടുമല്ലോ, അതെങ്കിലും കഴിക്കാം. അപ്പം വരട്ടെ അടുപ്പിൽ തീ പോകാൻ അമ്മ മടിയിൽ ആ സമയമെങ്കിലും കിടന്നുറങ്ങൂ എന്ന് പറയുന്നൊരു വായ്ത്താരിയുണ്ട്. ഒന്ന് കേട്ടു നോക്കാം നമുക്കത്. നിങ്ങൾ ഉറങ്ങാനല്ല കേട്ടോ, ചെറിയ കൈ അറ്റെഴുതണം, കൈ തട്ടിത്തരണം.
രാരോ ആരാരോ ആരിരം രാരോ രാരോ. അമ്മയുള്ളൂ കൊണ്ട് കണ്ട നട്ടു നട്ടു ചായഞ്ചു അപ്പയുള്ളൂ കോളിമരം കൊത്തി കൊത്തി ചായഞ്ചു അമ്മയുള്ളൂ കൊണ്ട് കണ്ട നട്ടു നട്ടു ചായഞ്ചു ചുറ്റിന കൈമ വളയിറങ്ങി പോയ അഞ്ചൂരി നോക്കുത്തലും കൂടാ ജൂരി നോക്കിത്തരും കൂടാ അഞ്ചൂരി നോക്കുത്തലും കൂടാ ജൂരി നോക്കിത്തരും കൂടാ യാ പരിപ്പ് കറി ഇല്ലേ നക്കുതേ ഉള്ളത്തണ്ട വെള്ളരിക്കറി ഇല്ലേ നക്കുതേ പാലത്തണ്ട പരിപ്പ് കറി ഇല്ലേ നക്കുതേ ഉള്ളത്തണ്ട വെള്ളരിക്കറി ഇല്ലേ നക്കുതേ പല്ലക്കുട്ടാമ്പുവാണോ ഗല്ലേ മലേ കാണി പല്ലക്കുട്ടാമ്പുവാണോ ഗല്ലേ മലേ പല്ലക്കുട്ടാമ്പുവാണോ മുന്നും തിരും കാണി പല്ലക്കുട്ടാമ്പുവാണോ മുന്നും തിരും കാണി പ്രിയമുള്ളവരെ, തുടി ഇത് വയനാടിൻ്റെ ഒരു തനതായ ഇൻസ്ട്രുമെൻ്റ് ആണ്. തുടി എന്ന ഈ വാദ്യോപകരണം. ഇതിൻ്റെ ഒരു 2 താളം കൂടി കാണിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തന്ന സമയം അതിക്രമിച്ചു. മറ്റൊന്നുമല്ല, നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹമുണ്ട്. ഒരുപാട് നന്ദി. വീണ്ടും പറയുന്നു, ഇവിടെ ഇരിക്കുന്നവർക്ക് വയനാട് ഗോത്രത്തിൻ്റെ, കേരളത്തിലെ ഗോത്രത്തിൻ്റെ, ഇന്ത്യയിലെ ഗോത്രത്തിൻ്റെ, ലോകത്തിലെ ഗോത്രങ്ങളുടെ പേരിൽ ഒരുപാട് നന്ദി സ്നേഹം അർപ്പിച്ചുകൊണ്ട് 2 താളങ്ങളും കൂടി ഇതിൽ വായിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ദേവനന്ദ വടകരയാണ്. കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ്. പുള്ളി ഏറ്റവും കൂടുതലായിട്ട് ഈ പാട്ടുകളും ഈ കഥകളും അറിയാനും ഇതിനെ അവതരിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടം കൂടിയിട്ട് ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കാണ്. തീർച്ചയായിട്ടും ആ ഒരു സ്നേഹിതയെ അല്ലെ സഹോദരിയെ ഈ ഒരു കൂട്ടായ്മയിലേക്ക്, വയനാടിൻ്റെ ഗോത്രത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു.